പ്രൊപ്പോർഷനിലാണ്. കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻസിന്റെ ആരാണ് കോൺസെൻട്രേഷൻ. എന്താ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനോട് എന്താണെന്ന് എഴുതിയത് നമ്മള് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതിയത് അല്ലെ. എന്താ എഴുതിയത്? ഉണ്ടല്ലോ, എന്താണെന്ന് എഴുതിയത്? പ്രൊപ്പോർഷണൽ ആണ്. ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പൊ ഒന്നുകൂടെ ഈ ഭാഗം വിശദാക്കാം. ഇത് എഴുതിയതാണ് നമ്മൾ നോട്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എയും പിയും ചേർന്ന് എന്തായിട്ട് മാറുന്നു? സിയും ഡിയും ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ എന്താണ്? വെലോസിറ്റി, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്ന സ്പീഡ്. പെട്ടെന്നാണോ നടക്കണേ, പതുക്കെയാണോ നടക്കണേ, സംസാരിച്ചാണ്. അത് എന്തിനോട് പ്രൊപ്പോർഷണലാണ്? ദ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. പ്രോഡക്റ്റ് ഓഫ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷന്റെ ആരാണ്? റിയാക്റ്റൻസ് ആയിട്ടാണ്. പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇക്വേഷൻ എഴുതിയപ്പോ രണ്ട് വേരിയബിൾസ് ഇതിൽ ആഡ് ചെയ്തു അല്ലെ. എ റേസ് ടു എക്സ്, ബി റേസ് ടു വൈ. നമ്മൾ ഡയറക്ട്ലി എന്നും പറഞ്ഞിട്ടില്ല, ഇൻവേഴ്സ്ലി എന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടില്ല, ക്യൂബ് എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്ത് വാക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ? ഓൺലി പ്രൊപ്പോർഷണൽ. കാരണം അതെന്താ? അത് എന്തിനനുസരിച്ച് മാറും? എക്സിനും വൈക്കും അനുസരിച്ച് മാറും. ചിലപ്പോ എ എന്ന് പറയുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ സെക്കൻഡ് പവറിനോടും ബി എന്ന് പറയുന്ന റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ ഫസ്റ്റ് പവറിനോടും ആവാം. മനസ്സിലായ? ഒരു റിയാക്ഷനിൽ തന്നെ ഇവിടെ എത്ര റിയാക്ടന്റ് ഉണ്ട്? പറയേ, 2 റിയാക്ടന്റ് ഉണ്ട്. ആദ്യത്തെ റിയാക്ടന്റിന്റെ സെക്കൻഡ് പവറിനോടാണെങ്കിൽ രണ്ടാമത്തെ റിയാക്ടന്റിന്റെ ഫസ്റ്റ് പവറിനോടാവാം. അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണേ? എക്സും വൈയും കൊടുക്കുന്നത്. എന്ത് കൊടുക്കുന്നത്? എക്സും വൈയും കൊടുക്കുന്നത്. അപ്പൊ എക്സും വൈയും എന്ത് ക്വാണ്ടിറ്റിയാണ്? അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെ, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് എയുടെ എത്രാമത്തെ പവറിനോടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നമ്മൾ എന്ത് കണ്ടെത്തണം? എക്സും വൈയും കണ്ടെത്തണം. എക്സും വൈയും എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് തിയറിറ്റിക്കലായിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പ്രൊപ്പോർഷണൽ മാറ്റി ഈക്വൽ ടു ആക്കാൻ നമുക്ക് അവിടെ എന്ത് ആഡ് ചെയ്യേണ്ടവന്നു? കെ എന്തായിരുന്നു? റേറ്റ് കോൺസ്റ്റന്റ്. നമുക്ക് എന്ത് ആഡ് ചെയ്യേണ്ടവന്നു? റേറ്റ് കോൺസ്റ്റന്റ്, കെ ആഡ് ചെയ്യും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറി? ഇതിനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ എന്നൊക്കെ പറയുന്നത്. എന്ത് ഇക്വേഷൻ വന്ന? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു വൈ ക്യൂബ് ബി റേസ് ടു വൈ. ഓക്കെ, എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഇക്വേഷൻസിലേക്ക് വരികയാണ്. അതിനെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ നാളെ റേറ്റ് ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. റേറ്റ് ഇക്വേഷൻ. ഓക്കെ, റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ എന്നൊക്കെ പറയുമ്പോൾ ഈ സാധനമാണ് വരുന്നത്. അപ്പൊ അവിടെ ആഡ് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? കെ. കെ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ്. കെ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ്. പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? ഈ കെനെ, അതായത് റേറ്റ് കോൺസ്റ്റന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്തത്? നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റുകളെ മുഴുവനും നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കൂടെയുള്ള ആളുകളൊക്കെ എത്രയാക്കുക? 1 ആക്കുക. കൂടെയുള്ള ആളുകളൊക്കെ എത്രയാക്കുക? 1 ആക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആ ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു 1, കോൺസെൻട്രേഷൻ ഓഫ് ബി ഈക്വൽ ടു 1. അപ്പൊ എന്താ സംഭവിച്ചത്? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു 1 റേസ് ടു എക്സ് ഇൻറ്റു 1 റേസ് ടു വൈ. അപ്പൊ റേറ്റ് ഈക്വൽ ടു എന്ന് വരും? ജസ്റ്റ് കെ എന്ന് വരും. അപ്പൊ കെ എന്താ? കെ ഈസ് ഈക്വൽ ടു റേറ്റ്. എപ്പോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാവുകയാണെങ്കിൽ? യൂണിറ്റി ആവുകയാണെങ്കിൽ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാവുകയാണെങ്കിൽ? യൂണിറ്റി ആവുകയാണെങ്കിൽ അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത? ഈ ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആർ 1 അല്ലെങ്കിൽ ടേക്കൺ ആസ് യൂണിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സും വൈയും എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ചില സമയങ്ങളിൽ അത് സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ആയിട്ട് ഈക്വൽ ആവാം, ആവാതിരിക്കാം. എന്താ ഈ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ? ഇവിടെ എയുടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലെ. എയുടെ കോഎഫിഷ്യന്റ് എന്താ? സ്മോൾ എച്ച് എ. ഇവിടെ ബിയുടെ കോഎഫിഷ്യന്റ് ഉണ്ട് എന്താ? സ്മോൾ എച്ച് ബി. ആ റേഷ്യോ ആണോ മാഷോടെ എഴുതിയാണ്? അല്ല. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും സെയിം ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതിയാൽ മതി? എന്നോ ബി എന്ന് എഴുതിയാൽ മതി. അത് ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ചില റിയാക്ഷൻസിന് എന്തായിട്ട് വരാം? ഈക്വൽ ആയിട്ട് വരാതിരിക്കാം. മേ ഓർ മേ നോട്ട്. നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഇന്നലെ അതായിരുന്നു അല്ലെ. എന്തായിരുന്നു? ദ റേറ്റ് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം എക്സ്പെരിമെന്റൽ ഡാറ്റ. എഴുതിയിരുന്നോ?
ഇത് നമ്മൾ പറഞ്ഞു ദ എക്സ്പോണൻസ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് അല്ലെ, കോൺസെൻട്രേഷൻ ടേമുകളുടെ എക്സ്പോണൻസ്. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പവറുകള്. ദ എക്സ്പോണൻസ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് എന്താ വാക്ക്? മേ ഓർ മേ നോട്ട്. എന്താണ്? മേ ഓർ മേ നോട്ട് ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലത്തെ റേഷ്യോ ആവാം, പറയൂ, ആവാം, ആവാതിരിക്കും. അതും ഇതുമായിട്ട് എന്തില്ല? ഡയറക്റ്റ് ബന്ധം ഇല്ല എന്നുള്ള. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് റിയാക്ഷൻസ് എഴുതാം. ബുക്കിലുള്ളതാണ്, ടെക്സ്റ്റിലുള്ളതാണ്. അതിന്റെ റേറ്റ് ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതൊന്ന് പരിശോധിക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിന്റെ ഐഡിയ ഒന്നുകൂടെ ക്ലിയർ ആവും. 2NO plus O2. 2NO plus O2 becomes 2NO plus, കൂടെ എഴുതി പോന്നോട്ടെ, ബുക്കിലുള്ളൊക്കെ ഇത് നോട്ട് തന്നെ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഇത് വേറെ ഭാഷ കയ്യിൽ നിന്ന് പഠിക്കുന്ന സാധനമൊന്നുമില്ല, ഒക്കെ എവിടെയുള്ളതാണ്, ടെക്സ്റ്റിലുള്ള സംഗതികൾ തന്നെയാണ്. ഓക്കെ, കൂടെ എഴുതി വരുമ്പോൾ ഓരോ തവണ എഴുതി പോലോ, അതുകൊണ്ട് മാത്രം എഴുതാൻ പറയും. റേറ്റ് ഈക്വൽ ടു, നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു എന്താ? റേറ്റ് ഈക്വൽ ടു, റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? റേറ്റ് ഈക്വൽ ടു ആരാ? ആദ്യം എന്ത് വേണം? ഒക്കെ പറഞ്ഞേ, കറക്റ്റ് ആണ്. കെ, റേറ്റ് കോൺസ്റ്റന്റ് വേണം. അപ്പൊ ആദ്യം റേറ്റ് കോൺസ്റ്റന്റ് മാർക്ക് ചെയ്യും. ഇനി നമുക്കറിയാം എന്താ ഈ റേറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ആരൊക്കെയാണ് ഇവിടെ റിയാക്റ്റൻസ്? ആരൊക്കെ ഇവിടെ റിയാക്റ്റൻസ്? NOയും ഓക്സിജനും. അപ്പൊ മാഷ് ധൈര്യമായിട്ട് എന്ത് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആരാണ്? O2. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ എന്ത് വരണം? പവർ വരണം അല്ലെ? പവർ ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? എത്രയായിരിക്കും? എന്നോന്റെ മുകളിലുള്ള പവർ എത്രയായിരിക്കും? എത്രയായിരിക്കും? എന്നോന്റെ മുകളിൽ വരുന്ന പവർ എക്സ്പോണന്റ് എത്രയായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ, എന്ത് അടിസ്ഥാനത്തിലായിട്ട് എന്ന് പറഞ്ഞേ? അങ്ങനെയാണോ മാഷ പഠിപ്പിച്ചേ? ആ പവർ എന്ത് ഡാറ്റയാണ്? എക്സ്പെരിമെന്റൽ ഡാറ്റയാ, വിച്ച് ഈസ് മേ ഓർ മേ നോട്ട് ഈക്വൽ ടു എന്നാണ്. അപ്പൊ ഉറപ്പായിട്ടും 2 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? ഉറപ്പായിട്ടും എന്താണെന്ന് പറയാൻ പറ്റില്ല, 2 ആണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? മേ ഓർ മേ നോട്ട് ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ പിന്നെ എത്രയാണ് വാല്യൂ എങ്ങനെ കിട്ടും? നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ഓരോ NOന്റെ കോൺസെൻട്രേഷനിലും ആ റിയാക്ഷന്റെ റേറ്റിന് എന്താണ് സംഭവിക്കണേ എന്നുള്ളത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അത്രയാണ് അതിന്റെ പോയിന്റ്. അവിടെ വരുന്ന വാല്യൂ എത്രയാണ്? തൽക്കാലം 2ഉം 1ഉം തന്നെയാണ്. അത് അതിൽ നോക്കിയിട്ട് എഴുതുന്നതാണോ? അല്ല, അതിൽ നോക്കിയിട്ട് എഴുതുന്നല്ല. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു കേസ് കൂടെ നോക്കാം. ഈ റിയാക്ഷനോട് എഴുതിയിട്ട് CH3 COO C2H5 plus H2O become എത്രോയിക് ആസിഡ് ആയി മാറുന്നു. CH3 COOH plus എന്താണ്? C2H5OH C2H5OH. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു ആരൊക്കെയാണ് റിയാക്ടൻസ്? ഇങ്ങനെ ഒരു സാധനം കാണാണ്ട് CH3 COO C2H5, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, ഏതാ? H2O, ലോങ് ലൈൻ H2O. പറഞ്ഞേ, ഇത് എന്തായാലും വരുമല്ലോ, നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് അല്ലെ? പ്രോഡക്റ്റ് ആണ് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. പക്ഷെ അതിനൊരു എന്തുണ്ടാവണം? പവർ ഉണ്ടാവണം അല്ലെ? പവർ എത്ര വരിക? നിങ്ങൾ എന്താ പറയണ്ടേ? പവർ നമുക്ക് കണ്ടുപിടിക്കാൻ അങ്ങനെ അവിടെ എഴുതിയിട്ട് വെച്ച് കണ്ടുപിടിക്കാൻ വകുപ്പുണ്ടാ? ഇല്ല. ഇപ്പൊ ഇവിടെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോസ് എത്രയാ? ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. ആണോ? ആ വാല്യൂസ് ആണോ അവിടെ വരിക? അല്ല, നിർബന്ധമുണ്ടോ? ഇല്ല. അവിടെ വരുന്ന വാല്യൂസ് എത്രയാണ്? 1ഉം അതുപോലെ എത്രയാ? 0യും ആണ്. കണ്ടോ? ഇവിടെ 1 ആണ്, പക്ഷെ H2ന്റെ എത്രയാ? 0യാ. H2ന്റെ എത്ര വരിക? 0. ഇതെന്തിനാ നമ്മൾ ഈ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി വൈകിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാ. എന്ത് കമ്മ്യൂണിക്കേഷൻ? എപ്പോഴും ഏത് റേഷ്യോ തന്നെയല്ല. എപ്പോഴും ഏത് റേഷ്യോ തന്നെയല്ല, സ്റ്റോഷിയോമെട്രിക് റേഷ്യോ തന്നെ അല്ല. അത് ഓരോ റിയാക്ഷൻസിലും എന്ത് ചെയ്യും? അത് മാറി മാറി വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഒരെണ്ണം കൂടെ എഴുതാം, നല്ലൊരു റിയാക്ഷൻ കൂടി ഉണ്ട്. CHCl3 plus Cl2 become CHCl3 plus Cl2 become CCl4 plus HCl. അപ്പൊ റേറ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CHCl3 ഇൻറ്റു Cl2. ഇതുവരെ എഴുതാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഇതുവരെ നോ പ്രോബ്ലം.
പിന്നെ എന്താ പവർ. പവർ എഴുതാൻ പറ്റുമോ? ഇല്ല. പവർ ആരും എഴുതിയായിരുന്നു? മാഷ് നോക്കി എഴുതിയായിരുന്നു. അല്ലാണ്ട് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങൾക്ക് പോയിട്ട് അറിയണം. ഇവിടെ വാല്യൂസ് വരുന്നത് CH3ക്ക് വന്നാ CL എത്ര വരുന്നത് അറിയോ? ഹാഫ് ആ വരുന്നത്. CL എത്ര വരുന്നത്? ഹാഫ് ആണ് വരുന്നത്. CL എന്താ വരുന്നത്? ഹാഫ്. ഹാഫ് പോലെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഹാഫാണ് വരുന്നത്. ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ് അല്ല എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞു. അടുത്ത ഹെഡിങ് കൊടുക്കുക, ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഇത് ഈക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട കേട്ടോ. നമ്മൾ ഇതാണ് ഓർഡർ. ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ഓർഡർ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഓർഡർ തന്നെയല്ലേ പറയാ? വ്യത്യാസം ഉണ്ടാ? ഇല്ല. ഓർഡർ എന്ന് പറയണോ? ഓർഡർ എന്ന് പറയണോ? അങ്ങനെയാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെൽ. കറക്റ്റ് ആണല്ലേ പറഞ്ഞത്? ആ ഓർഡർ അല്ല. എന്താണ് ഓർഡർ? ഓക്കെ, അങ്ങനെയും പറയാലോ അല്ലെ? ഓർഡർ കറക്റ്റ് തന്നെയാണ്. തെറ്റൊന്നുമില്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർഡർ ഓഫ് റിയാക്ഷൻ ശ്രദ്ധിക്കുക. ഉടനെ പോകാം. പുതിയ കാര്യമൊന്നല്ല, പഠിച്ചു കഴിഞ്ഞ കാരണം തന്നെയാണ്. ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഏതായിരിക്കും? AA പ്ലസ് BB ബിക്കം എന്താണ്? CC പ്ലസ് DD. ജനറൽ റിയാക്ഷൻ. ഇതിന്റെ റേറ്റ് എക്സ്പ്രഷൻ പറഞ്ഞേ മക്കളെ. റേറ്റ് എക്സ്പ്രഷൻ പറഞ്ഞേ. ആരാ പറയുന്നേ? പറഞ്ഞേ. അൻവി എന്ന് പറഞ്ഞ അൻവിയ. റേറ്റിന്റെ ലോ എന്ന് പറഞ്ഞില്ലേ? ക്ലാസ് കണ്ട എന്നിട്ട് നിലവന്നുണ്ടായിരുന്നു. അപ്പൊ റേറ്റ് ഈക്വൽ ടു അല്ല, റേറ്റ് ലോ, റേറ്റ് ഇക്വേഷൻ. മറ്റേതായിരുന്നു? റേറ്റ് ഡിഫറൻഷ്യൽ ചെയ്തതാണ്. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു എന്താ? X ആണ് അല്ലേ? നമുക്ക് എഴുന്നൂറ്റി എഴുതാൻ പാടും. ചിലപ്പോ എക്സും എയും എന്താവാം? ഈക്വൽ ആയേക്കാം. X ഇൻറ്റു എന്താ? കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു ആരാ? Y. ഇതാണല്ലോ റേറ്റ് എക്സ്പ്രഷൻ. ഇതാണ് മെക്കാനിസം. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ എന്താണ് ഓർഡർ? ഓർഡർ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. ഓർഡർ ഈസ് ഈക്വൽ ടു X പ്ലസ് Y. പണി കഴിഞ്ഞു. ഓർഡർ ഈക്വൽ ടു എന്താ? സമയം വരുന്നുണ്ടോ ജസ്റ്റ്? എന്ത് നേരം വരികയെ ഓർഡറിൽ വിട്ടു നമ്മൾ കൊണ്ടറിയാം. എന്താണ് ഓർഡർ ഈക്വൽ ടു? എന്താണ്? X പ്ലസ് Y. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡെഫിനിഷൻ കൊണ്ടുവന്നതിന്റെ? ഓർഡർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തവണ എഴുതണം. മോളിക്യുലാരിറ്റി എടുത്തിട്ട് അതിന്റെ കമ്പാരിസൺ എഴുതണം കേട്ടോ. ഇതെന്താ? പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? സം അല്ലെ? പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? സം. എക്സും വൈയും എന്താ? റേറ്റ് ലോയിലുള്ള എന്ത്? പവറുകൾ. റേറ്റ് ലോയിലുള്ള എന്താണ്? പവറുകൾ. അപ്പൊ ആദ്യം സിമ്പിൾ ആയിട്ട് പറയാം. എന്താ? റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷന്റെ പവറുകളുടെ പറഞ്ഞ് റേറ്റ് ലോയിലുള്ള അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷനിലുള്ള പവറുകളുടെ സം. പവറുകൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്നൊക്കെ ഉപയോഗിക്കാം. പവറുകളുടെ സം. കുഴപ്പമില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. എന്താ? റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷന്റെ പവറുകളുടെ സം. അതിനെയാണ് എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. വെറുതെ കൂട്ടിയിടുക. അപ്പൊ പവറുകൾ വെറുതെ എന്ത് ചെയ്യുക? കൂട്ടിയിടുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ പവറുകൾ ചുമ്മാ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഓർഡർ കിട്ടി. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ എടുത്ത് നമ്മൾ നേരത്തെ മൂന്ന് റിയാക്ഷൻസ് എഴുതിയില്ലേ? ആ റിയാക്ഷൻ ഒന്ന് നോക്കി. അതിൽ ആദ്യത്തെ റിയാക്ഷന്റെ എന്താ വരിക? എന്നോന്റെ കേസിൽ ഓർഡർ എത്രയാ? എന്നോന്റെ കേസിൽ ഓർഡർ എത്രയാ? 2 ആണോ? കാരണം എന്താ? എന്നോന്റെ പവർ അല്ല 2 അല്ലല്ലോ, 3 അല്ലേ വരിക. എന്നോന്റെ കേസ് വെച്ചാൽ ആ മൊത്തം റിയാക്ഷന്റെ എന്നോ റേസ് ടു 2 O2 റേസ് ടു 1 അല്ലേ? അപ്പൊ 2 + 1 എത്രയാ? 3. അടുത്ത റിയാക്ഷനില് 1. അടുത്ത റിയാക്ഷനില് 1.5 അല്ലെ? 1 + 1/2. അങ്ങനെയാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു നല്ല ഇംഗ്ലീഷിലാക്കിയിട്ട് പഠിച്ചത് എന്താ? ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് കോൺസെൻട്രേഷൻ ടേംസ് ആർ റേസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ആദ്യം പഠിച്ചത് കൈയോടെ എന്താണ്? സം ഓഫ് ദ, ആദ്യം പറയൂ, സം ഓഫ് ദ പവേഴ്സ് അല്ലെ? സം ഓഫ് ദ പവേഴ്സ് അതുവരെ ഓക്കെ അല്ലേ? പവറുകളുടെ സമ്മ്. ഇൻ വിച്ച്, എവിടത്തെ പവറുകൾ? ഇൻ വിച്ച്
കോൺസെൻട്രേഷൻ ടേംസ് ആർ എവിടെ റൈസ് ചെയ്തേക്കണോ? ഏത് എക്സ്പ്രഷനിലാണ്? റേറ്റ് ലോ എക്സ്പ്രഷൻ. അതുപോലെ പറഞ്ഞേ സം ഓഫ് ദ പവേഴ്സ്, ഗ്രാമർ എന്താണ്? ഇൻ വിച്ച്, എവിടുത്തെ കോൺസെൻട്രേഷൻ ടേംസ് ആർ റൈസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. പറയൂ, ഒന്ന് പറഞ്ഞ് കൈയോടെ പഠിച്ച് അവസാനിപ്പിച്ചിട്ട് എഴുതാം. എന്താ ഓർഡർ? സം ഓഫ് ദ പവേഴ്സ് ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ടേംസ് ആർ റൈസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, റിയാക്ടന്റ് എന്നുള്ള വാക്ക് വെച്ച് നമ്മള് വേണ്ട, കാരണം റേറ്റ് ലോ എക്സ്പ്രഷനിൽ ആര് വരില്ല? പ്രോഡക്റ്റ് വരുന്നില്ല. The sum of the powers in which the concentration terms are raised in the rate law expression. കുഴപ്പമില്ലല്ലോ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഡർ. അപ്പൊ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്തേ. The order is defined as the sum of the powers in which the concentration terms are raised in the rate law expression. അല്ലെങ്കിൽ concentration terms of reactants are raised in the rate law. ആ വാക്കോടെ കയറ്റിക്കോ. ഇതിന് കൊടുത്തിട്ടില്ല, അത് കയറ്റിക്കോ. അപ്പൊ ക്ലാരിഫിക്കേഷൻ വന്നല്ലോ. ഇനി റിയാക്ടന്റ് എന്നുള്ള വാക്ക് വെച്ചില്ല എന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. സം ഓഫ് ദ പവേഴ്സ് ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ റിയാക്ടൻസ് ആർ റൈസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഒന്നുകൂടെ പറഞ്ഞേ. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഇൻ വിച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ റിയാക്ടൻസ് ആർ റൈസ്ഡ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഒന്ന് പറഞ്ഞു നോക്കിയേ സായം. ഇതാ പറഞ്ഞാൽ മതി തൽക്കാലം. ഒന്ന് പറഞ്ഞേ. is defined as the എന്താ sum of the ആരുടെ powers terms are raised in the എവിടെയാണ്? റേറ്റ് ലോ എക്സ്പ്രഷൻ. നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കൂടെ എഴുതി വന്നിട്ട് ഓർഡർ is defined as the പറയേ. ആ പഠിച്ചു കഴിയപ്പോ സം ഓഫ് ദ powers in which concentration terms of the reactants are raised in the rate law expression. അത് കുറേയൊക്കെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്നത് അതൊക്കെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ തന്നെ പഠിച്ചോളാൻ പറയുന്നത്. അപ്പൊ എഴുതിയേ the order of a reaction is defined as the sum of the powers to which എന്തെങ്കിലും എഴുതിക്കോ. ഗ്രാമർ മാഷിന് പുറകില്ല. സം ഓഫ് ദ പവേഴ്സ് ടു വിച്ച് ആണ് കേട്ടോ. ടു വിച്ച് the concentration terms of react. ശ്രദ്ധിക്കുക, ഓർഡറിൽ ഒരു പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് എ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. പിന്നെ ഓർഡറിന് എന്തൊക്കെ വാല്യൂസ് പറ്റും? ഓർഡർ ക്യാൻ ഹാവ് 0, whole number, fraction or even negative. പിന്നെ പറഞ്ഞ പോയിന്റ് ആണ് ഓർഡർ റിയാക്ഷന്റെ മെക്കാനിസത്തെ കുറിച്ച് നമുക്കൊരു ധാരണ തരും. മെക്കാനിസം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മെക്കാനിസംസ് ഉണ്ട്. SN1 മെക്കാനിസം, SN2 മെക്കാനിസം എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് എന്തുണ്ട് മെക്കാനിസംസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താ മെക്കാനിസം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ വർഷം മാഷ് പഠിപ്പിച്ചിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെന്ന് കരുതാം. ഈ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അതിനൊരു മെക്കാനിസം വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? എന്താ മെക്കാനിസം പറയാൻ പറ്റുക? ഒരു വണ്ടി അപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു, മറ്റേ വണ്ടി ഇപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു, കണ്ടോ? അല്ലെ, ഒരു സ്റ്റെപ്പാണ്, അല്ലെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിനെ പറയണതിനാണ് അതിന്റെ ഇതെന്ന് പറയണേ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ഒരു വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളെന്താ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ അയാളുടെ സ്റ്റിയറിംഗ് എങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നേ? ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന വണ്ടിയുടെ സൈഡിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ വണ്ടി എങ്ങനെ പോവുക? അതിന്റെ വീട്ടിലേക്ക് പോകും, അല്ലെ? അപ്പൊ ഇയാളുടെ സ്പീഡ് ഇത്രയായിരുന്നു, മറ്റേ ആളുടെ സ്പീഡ് ഇത്രയായിരുന്നു. കറക്റ്റ് അല്ലേ? രണ്ട് സ്പീഡും കറക്റ്റ് ആയിട്ട് വന്നപ്പോ എന്തായി? ഇയാളുടെ വണ്ടി അവിടെ പോയിട്ട് ഇടിച്ചു, മറ്റേ വണ്ടി പോയിട്ട് ഇടിച്ചു. ഈ പോലീസുകാരുടെ FIR ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം, അല്ലെ? ഇങ്ങനെ ഡീറ്റെയിൽ ഉണ്ടാവും, അല്ലെ? അവര് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോ അതിനെയാണ് നമ്മൾ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് ആ റിയാക്ഷൻ മുന്നോട്ട് പോയിട്ടുള്ളത്, ഏതൊക്കെ ബോണ്ടുകളാണ് ബ്രേക്ക് ചെയ്തത്, ഏതൊക്കെ പുതിയ ബോണ്ടുകളാണ് ഫോം ചെയ്തത്, എന്തൊക്കെ എഫക്റ്റുകൾക്ക് അവിടെ സാധ്യത ഉണ്ടായിരുന്നു, എഫക്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് എഫക്റ്റുകൾ പഠിച്ചിരുന്നു. ഏതൊക്കെയെന്ന് പറഞ്ഞ ഇൻഡക്റ്റീവ് എഫക്ട്, ഇലക്ട്രോമെറിക് എഫക്ട്, ഹൈപ്പർ കോൺജുഗേഷൻ, അല്ലെ? പിന്നെ ഏതാ റെസൊണൻസ് എഫക്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള എഫക്റ്റുകളൊക്കെ വെച്ച് ഇതിനെയാണ് മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് അപ്പൊ ആ രീതിയിലൊന്നും പോകണ്ട, നമുക്ക് ഇവിടെ അത്രേ പോയിന്റ് ഉള്ളൂ. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷന്റെ മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് ചെറിയൊരു എന്ത് കിട്ടും? ഐഡിയ കിട്ടും. ഇന്ന രീതിയിലാണ് ആ മെക്കാനിസം നടന്നേക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ പറയണ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് രണ്ടുപേര് മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സിഡന്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടില്ലേ? അത് ഏകദേശം ഇതുപോലത്തെ ആക്സിഡന്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പൊ എന്താ, ഓർഡർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? മെക്കാനിസത്തെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടും, അത്രേ ഉള്ളൂ. ഇനി അത് എന്ത് ഐഡിയ ആണെന്നുള്ളതോ എങ്ങനെയാണെന്നുള്ളതോ മെക്കാനിസം എന്താണെന്നുള്ളതോ ഒന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല.
മെക്കാനിസം രണ്ടെണ്ണം പഠിക്കേണ്ട ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇത് അവിടെ ഡീറ്റെയിൽ ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്താ? ഇറ്റ് ഗീവ്സ് സം ഐഡിയ അബൌട്ട് ഇറ്റ് ഗീവ്സ് സം ഐഡിയ അബൌട്ട് മെക്കാനിസം അല്ലെ. അപ്പൊ കൂടെ ആഡ് ചെയ്ത് ഗീവ്സ് സം ഐഡിയ അബൌട്ട് mechanism of reaction. റിയാക്ഷന്റെ മെക്കാനിസത്തെ കുറിച്ച് നമുക്ക് എന്താണ് ഒരു ഐഡിയ അവര് തരുന്നുണ്ട്. ഓർഡർ ചെയ്യുന്ന നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഓർഡർ എന്താ? 4 പോയിന്റിലേക്ക് ചുരുക്കാം. അത് ഇതിന്റെ അവസാനം ടേബിൾ ആക്കാം. മോളിക്യുലാരിറ്റി കഴിഞ്ഞിട്ട് ഇതൊരു ടേബിൾ ആക്കി പഠിക്കുന്നത് വളരെ വളരെ എന്താണ് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം മറ്റേ VSCPR പോസ്റ്റ് ലൈൻസ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടാ? അതുപോലെ കുറച്ച് സാധനങ്ങൾ പഠിച്ചിരുന്നു അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ച ഓർമ്മയുള്ള സാധനങ്ങളില്ലേ, അതുപോലത്തെ സാധനമാണ് എന്ത് ഈ സംഗതികള്. VSCPR പോസ്റ്റ് ലൈൻസ് ഒക്കെ ഓർമ്മയുണ്ടാ? എന്തായിരുന്നു? ഇറ്റ് ഗിവ്സ് ദ ഷേപ്പ് ഓഫ് ദ പിന്നെ അങ്ങനെയല്ലല്ലോ തുടക്കം. അങ്ങനെ സോറി കറക്റ്റ്. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഡിപെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ അല്ലെ. പിന്നെ എന്തായിരുന്നു? ലോൺ പെയർ അതല്ലല്ലോ, സെക്കൻഡ് അതല്ലല്ലോ. ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആർ റിപ്പൽ ഈച്ച് അതർ. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? Due to repulsion they stay as far as possible. ലാസ്റ്റ് എന്തായിരുന്നു? പിന്നെയാണ് ലോൺ പെയർ ബോണ്ട് പെയർ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇറ്റ് ഡസ് നോട്ട് ഗിവ് ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. അല്ല, ഷേപ്പാണ് തരണല്ലോ അല്ലെ. ഏതാ? പ്രസൻസ് ഓഫ് ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വാക്ക് പഠിപ്പിച്ചിരുന്നു, ഡിസ്റ്റോർട്ട് ചെയ്യും അല്ലെ. എത്ര പോസ്റ്റ്ലേറ്റ്സ് ആയിരുന്നു? 4 പോസ്റ്റ്ലേറ്റ്സ് ആയിരുന്നു അല്ലെ VSCPR. ശ്രദ്ധിക്കുക, അത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത് ഈ സാധനം. മനസ്സിലായോ? അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എന്ത് ഈ സാധനം. പറഞ്ഞ് പഠിക്കേണ്ട സാധനമാണ്. ഓർഡർ ഉണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തൊരു സാധനം വരും, എന്താ? മോളിക്യുലാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വരും. എന്താണ് മോളിക്യുലാരിറ്റി? ആ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഏത് പാചകത്തിൽ ചോദിച്ചാലും എന്താ കിട്ടേണ്ട സാധനം. ഈ 4 പോയിന്റ് ആദ്യം ഒന്നുകൂടെ പറഞ്ഞു. ആദ്യം ഷോർട്ട് ആക്കാൻ മതി അല്ലേ. 4 പോയിന്റ് മെയിൻ വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി. ഫസ്റ്റ് എന്താ? ഓർഡറിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? സം. ഓക്കെ അല്ലേ. പിന്നെന്താ? എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി വാല്യൂസ്, എനി വാല്യൂ. അപ്പൊ 0, ഹോൾ നമ്പർ, ഫ്രാക്ഷൻ, നെഗറ്റീവ് ഒക്കെ വന്നു. പിന്നെന്താ? മെക്കാനിക്സ് ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്. അപ്പൊ എത്ര പോയിന്റ്സ് വരുന്നത് അവിടെ? 4 പോയിന്റ്സ് ആണ് വരുന്നത്. എത്ര പോയിന്റ്സ് വരുന്നത്? 4 പോയിന്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ റാൻഡ് ആയിട്ട് പറഞ്ഞ ഏതൊക്കെയാ വാക്കുകള്? സമ്മ്, എക്സ്പെരിമെന്റൽ, എനി വാല്യൂ, മെക്കാനിക്സ്. നമ്മൾ പറഞ്ഞ സമ്മ്, എക്സ്പെരിമെന്റൽ, എനി വാല്യൂ, മെക്കാനിക്സ്. മിനിമം എന്തെങ്കിലും പഠിക്കുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. സം ഓഫ് ദ പവേഴ്സ് ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് റിയാക്ടൻസ് ആർ റേസ്ഡ്. എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. 0, ഹോൾ നമ്പർ, ഫ്രാക്ഷൻ, ഈവൻ, നെഗറ്റീവ് അല്ലെ. പിന്നെന്താ? ഇറ്റ് ഗിവ്സ് സം ഐഡിയ അബൌട്ട് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻ. കുഴപ്പമില്ലല്ലോ. അപ്പൊ അത്രയും സംഗതികളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ഓർഡറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഓർഡറിന്റെ കൂടെ തന്നെ 1-2 ചെറിയ കാര്യങ്ങളൂടെ പഠിക്കാം. അതായത് ഈ വേറൊരു ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. മാഷോ റിയാക്ഷൻ എഴുതാം. റിയാക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? അതായത് A എന്തായിട്ട് മാറുന്നു? B ആയിട്ട് മാറുന്നു. എഴുതാൻ പറ്റേ. A എന്തായിട്ട് മാറുന്നു? B ആയിട്ട് മാറുന്നു. ഞാൻ ഇതിന്റെ റേറ്റ് എഴുതാണ്. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A ആണോ? അങ്ങനെയല്ലേ എഴുതണ്ടേ? ഇവിടെ ആകെ എത്ര റിയാക്ടന്റേ ഉള്ളൂ? ശ്രദ്ധിക്കുക, ഇവിടെ ആകെ എത്ര റിയാക്ടന്റേ ഉള്ളൂ? ഒരു റിയാക്ടന്റേ ഉള്ളൂ അല്ലെ. ആകെ എത്ര റിയാക്ടന്റേ ഉള്ളൂ? ഒരു റിയാക്ടന്റേ ഉള്ളൂ ആണോ? ഇത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അപ്പോ പവർ വരുന്നത് എത്രയാ? 0. പവർ വരുന്നത് എത്രയാ? 0. അതായത് ഈ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ ഞാൻ എഴുതിയപ്പോ റിയാക്ടന്റിന്റെ മുകളിൽ വരുന്ന പവർ എത്രയാ? ഓർഡർ എത്രയില്ലേ? സം ഓഫ് ദ പവേഴ്സ് ആണ്. ആകെ സാധനം ഉള്ളൂ, അതുകൊണ്ട് എത്ര കിട്ടും? അപ്പൊ ഓർഡർ എത്രയാ? അപ്പൊ ഇങ്ങനത്തെ റിയാക്ഷൻസിനെ എന്ത് പേരിട്ട് വിളിക്കാന്ന് നിങ്ങൾക്ക് തോന്നണം? എന്ത് ഓർഡർ റിയാക്ഷൻസ് വിളിക്കാം? പറയൂ. എന്ത് ഓർഡറാ? അപ്പൊ ഹെഡിങ് എന്താ? 0 ഓർഡർ റിയാക്ഷൻസ്. 0 ഓർഡർ റിയാക്ഷൻസ്. അപ്പൊ ഓർഡർ 1 വരികയാണെങ്കിൽ അവരെന്ത് വിളിക്കാം? 1 ഓർഡർ എന്ന് വിളിക്കില്ല, ഫസ്റ്റ് ഓർഡർ. എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. അപ്പൊ ആദ്യം ആ ഹെഡിങ് കൊടുത്തേ 0 ഓർഡർ റിയാക്ഷൻസ്. 0 ഓർഡർ റിയാക്ഷൻസ്. 0 ഓർഡർ റിയാക്ഷൻസ്. അപ്പൊ 0 ഓർഡർ റിയാക്ഷൻസ് ആവുമ്പോ എന്താ പ്രത്യേകത? A എന്തായിട്ട് മാറി? എഴുതിക്കോ. A എന്തായിട്ട് മാറി? B ആയിട്ട് മാറി. അതിന്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതി. റേറ്റ് ഈക്വൽ ടു എന്താ? K ഇൻറ്റു A റേസ് ടു
k into a raised to 0. a raised to 0 എത്രയാ? a raised to 0 എത്രയാ വരിക? അല്ലെന്നൊന്ന് പറഞ്ഞല്ലേ അല്ലെ? any number raised to 0 എത്രയാ? 0 അല്ല 1. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. any number raised to 0 എത്രയാ? 1 ആണ് അല്ലെ? കഴിഞ്ഞ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് നമ്പറും പൂജ്യത്തിലേക്ക് റേസ് ചെയ്ത നമ്പറോ വേരിയബിളോ എന്ത് തേങ്ങ ആയിക്കോട്ടെ അത് പൂജ്യത്തിലേക്ക് റേസ് ചെയ്ത എത്രയാ വരിക? 1 ആണ് വരിക. അപ്പൊ എന്താ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? റേറ്റ് ഈക്വൽ ടു എന്തെന്നാവും? k എന്നാവും. റേറ്റ് ഈക്വൽ ടു എന്തെന്നാവും? k എന്നാവും. ശരിയല്ലേ? ഈ മാഷൊരു കാര്യം ചോദിക്കട്ടെ, ഏടെ കോൺസെൻട്രേഷൻ ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് 10 ആണെന്ന് എഴുതുക. ആ ടൈമില് ഏടെ കോൺസെൻട്രേഷൻ 100 ആണ്. ഏടെ കോൺസെൻട്രേഷൻ എത്രയാ? 100 ആണ്. എതിർപ്പില്ലല്ലോ. ആലോചിച്ച് പറയാട്ടോ, കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. എന്നാ ആലോചിച്ച് പറയാം. ഏടെ കോൺസെൻട്രേഷൻ മാഷ 50 ആക്കി. വാട്ട് ഈസ് ദ റേറ്റ് ഇപ്പൊ എത്രയാ? പുതിയ റേറ്റ് എത്രയാ? ആലോചിച്ച് പറഞ്ഞ തിരക്കൂട്ടണ്ട. പുതിയ റേറ്റ് എത്ര? കൂടുകയോ കുറയോ അത് മാറ്റില്ല എന്ന് തുടരും. ഈ പറഞ്ഞ കേസിൽ കേട്ടോ 5 ആവോ 20 ആവോ? അല്ല സോറി 10 ആണ്. അപ്പൊ 5 ആവോ 20 ആവോ 15 ആവോ അത് മാറ്റില്ലാണ്ട് തുടരൂ. ഒന്ന് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ച് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ കേട്ടോ, ഈ പറഞ്ഞ കണ്ടീഷൻസിൽ സമയമായി കേട്ടോ, സമയത്തിന് എത്തിക്കോളൂ. 2 മിനിറ്റ് കൂടി പറയേ. ഒന്ന് അങ്ങനെയുടെ ആലോചിക്കുകയും ചെയ്യണ. സംസാരിച്ചോക്ക് എന്താ അവിടെ ഉണ്ടാവുക? മറിച്ച് കേട്ടോ, കാലുമിക്കടായിരിക്കും അങ്ങോട്ട് ഇട്ടോളൂ. ആലോചിച്ച് പറയാ. കെമിസ്ട്രി ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നിട്ട് 1 മിനിറ്റ് അത് അമയ പോക്കോട്ടെ, കുഴപ്പമില്ല. സയൻസ് വർക്കൗട്ടെ. അത് ഞാൻ അങ്ങനെ കോൺഫിഡ് ചെയ്ത് എന്താ കാര്യം? മാഷ് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഒന്ന് സംസാരം നിർത്തി, ഒന്ന് ഡിസ്കഷൻ നിർത്തി. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് പോണം. ശ്രദ്ധിക്കുക. അതായത് 1 മിനിറ്റ് അതായത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ച കാര്യം എന്താ? നമ്മളൊരു ക്വാണ്ടിറ്റി മാറുമ്പോ വേറൊരു ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് അറിയാൻ കഴിഞ്ഞ കൊല്ലം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയത് ചിന്തിക്കുക? ഇക്വേഷൻമേ. എന്ത് ചിന്തിക്കുക? ഇക്വേഷൻമേ ആണ് നമ്മളത് അനലൈസ് ചെയ്യേണ്ടത് അല്ലെ? ആ ഇക്വേഷനിൽ ഈ സാധനം ഉണ്ടോ? ഇത് വന്നാൽ മാറൂ? പ്രൊപ്പോർഷണൽ ആണോ? സെക്കൻഡ് പവറിനോടാണോ? 2 times 4 times ഒക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടാ? കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തു. ആ രീതിയിൽ ചിന്ത കൊണ്ടുപോകും. ആ കഴിഞ്ഞ കൊല്ലത്ത് ആ പ്രോസസ്സിലേക്ക് വായോ വീണ്ടും റാൻഡായിട്ട് ചിന്തിക്കല്ലേ. ഇതെന്താ ചോദിച്ചാണ് മാഷ്? ചോദിച്ചാണ് ഇതാ ഇതിനെ ബാധിക്കും, റേറ്റിനെ ബാധിക്കും. അപ്പൊ റേറ്റിന്റെ ഇക്വേഷൻ എന്താ? ഇന്നതാണ് റേറ്റിന്റെ ഇക്വേഷൻ അല്ലെ? അതിൽ എ ഉണ്ടോ? എ ഇല്ലേ? എ ഉണ്ടെങ്കിൽ എത്രാമത്തെ പവറിനോടാണ്? കൂടുകയാണോ കുറയാണോ? ആ രീതിയിൽ ചിന്തിക്കിട്ട. എന്നാലത് ശരിയാവുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും. നോക്കിയിട്ടൊന്ന് പറഞ്ഞേ എന്തുണ്ടാവുക? റേറ്റിന് എന്ത് സംഭവിക്കും? കുറയും ആണോ? ആ കുറയും നല്ല ചെയ്യാം. അതായത് ഇത് എന്ത് ഓർഡറാ മക്കളെ? അത് ചിന്തിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കട്ടോ. എന്ത് ഓർഡറാ? ഒക്കെ പറഞ്ഞേ 0 ഓർഡർ ആകുമ്പോ നമ്മളപ്പോ എന്താ എഴുതുക? റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു a റേസ് ടു എത്രയാ? a റേസ് ടു 0 എത്രയാ? അപ്പൊ 0 ഓർഡറിന്റെ ഇക്വേഷൻ എന്താ? 0 ഓർഡറിന്റെ ഇക്വേഷൻ എന്താ? റേറ്റ് ഈക്വൽ ടു k ആണോ? റേറ്റ് ഈക്വൽ ടു k. നിങ്ങൾ പറഞ്ഞ യുക്തി എനിക്ക് മനസ്സിലായി. പക്ഷെ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പവർ എത്രയാ? 0യാ. നിങ്ങൾ പറഞ്ഞൊക്കെ ഇക്വേഷൻ ഒക്കെ നോക്കിയപ്പോ നേരെയാണ്. കഴിഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറഞ്ഞിട്ട് കുറയും. പക്ഷെ ഇവിടെ എത്ര പവർ? 0യാ. ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആണോടാ? ഇവിടെ 1 ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റാ അല്ലേ? ഇവിടെ എത്രയാണെന്ന് എഴുതുക? 1 ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ഫസ്റ്റ് പവർ ആണ്. എ കുറയുന്നതിനനുസരിച്ച് ആര് കുറയും? റേറ്റ് കുറയും. പക്ഷെ ഇവിടെ എത്രയാ? 0യാ. 0 ഓർഡറിന്റെ ഫൈനൽ ഇക്വേഷൻ മാഷ എന്തുകൊണ്ട് എഴുതിയാണേ? ഏതൊരു 0 ഓർഡറിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ത് എഴുതിയാണേ? ഒന്ന് പറയടാ. റേറ്റ് ഈക്വൽ ടു ഈ k എന്തായിരുന്നു? k is a rate constant, so it is a constant. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇതൊന്ന് റീഡ് ചെയ്തേ. ഏതാ റിയാക്ഷൻ? 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എന്താണ്? റേറ്റ് k എന്താന്ന് പറ? കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ഈസ് എ. അപ്പൊ ഇത് മാറി കഴിഞ്ഞ് ഇത് മാറാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് എന്താണ്? k ആണ്, കോൺസ്റ്റന്റ് ആണ്, റേറ്റ് കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ്സ് റേറ്റ് ഈസ് ഓൾവേസ്
കോൺസ്റ്റന്റ്. സോ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, അല്ലേ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്തോ ആയിക്കോട്ടെ, സീറോയുടെ റിയാക്ഷന്റെ റേറ്റിന് എന്തില്ല പറയേ, സീറോയുടെ റിയാക്ഷൻ റേറ്റിന് എന്തില്ല. എന്തുകൊണ്ടാ? ദ റേറ്റ് ഓഫ് ദ പറഞ്ഞു ഇവിടെ ഒന്നുകൂടെ പറയുക, റേറ്റ് ഓഫ് ദ സീറോയുടെ റിയാക്ഷൻ ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് 1000 ആക്കി അനങ്ങോ, ഇവനെങ്കിൽ 10000 ആക്കി അനങ്ങോ? ഇല്ല. എന്താക്കിയാലും ഇവ അനങ്ങില്ല. കാരണം എന്താ? സീറോയുടെ റിയാക്ഷന്റെ റേറ്റ് എന്താന്നുള്ള കൺക്ലൂഷനിൽ നമ്മൾ ഓൾറെഡി നിൽക്കണം. ഇതിന്റെ കോൺസ്റ്റന്റ് ഏതാണ്? കോൺസ്റ്റന്റ് റേറ്റ് കോൺസ്റ്റന്റ് ആണോ? ശരിയാണോടാ പറയുന്നത്? ഇനി വേറൊരു കാര്യം, നമ്മൾ ചിന്തിച്ച രീതി അത് നിങ്ങൾ പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാ. അത് എങ്ങനെ വരണം? ഇങ്ങനെയാണെന്ന് കരുതാം. പോട്ടെ, ഇത് ഏത് ഓർഡർ റിയാക്ഷനാ? ഫസ്റ്റ് ഓർഡർ. വെരി ഗുഡ്. അതില് മാഷ് 150 ആക്കി. റേറ്റ് എത്രയാവും? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് എത്രയാവും? 5 ആവും. ഏത് പവറിനോടാ? ഫസ്റ്റ് പവറിനോടാ. ഏത് പവറിനോടാ? ഫസ്റ്റ് പവറിനോട്. 10 എത്രയാവും? 5 ആവും. സംശയം വേണ്ട. ക്ലിയർ ആയാ പറഞ്ഞത്? കുഴപ്പമുണ്ട? ഒരു കണക്ഷനും കൂടെ പറഞ്ഞിട്ട് നിർത്താം. നിർത്താന്ന് വെച്ചാൽ ഈ ഭാഗം റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 2. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആലോചിച്ച് പറയുന്നത്, ആലോചിച്ച് തിരക്കൂട്ടായിരിക്കോ? ഇത് കുറച്ചുകൂടെ എക്സ്ട്രീമിലേക്ക് പോയി. നമ്മൾ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ചെയ്ത സെക്ഷനിലേക്ക് വന്നു. ഞാൻ കോൺസെൻട്രേഷൻ 100-50 ആക്കി. അതായത് എത്ര ടൈം? അല്ല, 100-50 അല്ല, ഇപ്രാവശ്യം 100-200 ആക്കി. എത്ര ടൈംസ് ആണ്? 2 ടൈംസ് കയറി. റേറ്റ് എത്ര ടൈംസ് കയറുന്നു പറഞ്ഞേ? എത്ര ടൈംസ് കയറും? എത്ര ടൈംസ് ഈ കേസിൽ എത്ര ടൈംസ് കയറും? 4 ടൈംസ് കയറും. സംശയണ്ട? ഓർമ്മയുണ്ട? അത് ഓർമ്മയുണ്ട? ക്യൂബ് ആണെങ്കിലോ എത്ര ടൈംസാ? 2 ക്യൂബ് എത്രയാ പറയേ? ശരിയാണ് പറയുന്നത്. എത്ര തവണ കയറും? 8 മടങ്ങ് കയറും. ആണോ? 8ന്റെ ക്യൂബിൽ ഉപയോഗിക്കുന്നത്. സോറി, എത്രന്റെ ക്യൂബ് ഉപയോഗിക്കണ്ടേ? 2 ക്യൂബ്. പറയാൻ കിട്ടണ്ട അത്. ആ സെക്ഷൻ ഇവിടെ ഇരിക്കും കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഇതിനെ കുറിച്ച് ബോധറിയും കേട്ടോ. കുറെ പേർക്ക് ഇത് മനസ്സിലായില്ല. അത് നോക്കണ്ട. ഏത് ക്യൂബും ടൈംസും നോക്കണ്ട. അത് ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ആ മേഖല നമുക്ക് നോക്കണം. 8 മടങ്ങ്, 4 മടങ്ങ്, ഹാഫ് ആകുമ്പോൾ 1/4. അത് വേറെ ദിവസം നോക്കാം. നമുക്ക് അതിന്റെ കണക്ക് ശ്രദ്ധിച്ച് ആലോചിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ, സീറോയുടെ റിയാക്ഷന്റെ റേറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതിലേക്ക് വന്നാൽ നമ്മുടെ പോയിന്റ് അതാണ്. സീറോയുടെ റിയാക്ഷന്റെ റേറ്റ് എന്താണ്? അതിന് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് ബന്ധമുണ്ടോ? അപ്പൊ പറയേ ഇല്ല അല്ലേ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മാറ്റിയപ്പോഴും റേറ്റ് എന്താ? റേറ്റ് എന്താ? കോൺസ്റ്റന്റ് ആണ്. റേറ്റ് സെയിം ആണ്. വ്യത്യാസം വന്നോ? അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞോടെ എന്താ? ഇൻഡിപെൻഡന്റ് അല്ലേ? അപ്പൊ എന്താ സീറോയുടെ റിയാക്ഷൻ? അങ്ങനെ പുതിയൊരു ഡെഫിനിഷൻ. സീറോയുടെ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. സീറോയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ഡെഫിനിഷൻ അറിയാം. എന്താ? സമ്മ എത്ര? സമ്മ മീൻസ് എന്താ? ഓർഡർ എത്ര? പറയടാ മക്കളെ, ഓർഡർ എത്ര? 0. അത് കൂടാണ്ട് വേറെ റിയാക്ഷൻ പറയാം അല്ലെ? എന്താ? റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെ? എന്താണ്? ഇൻ സർട്ടൻ റിയാക്ഷൻസ് കേൾക്കോ? ഇൻ സർട്ടൻ റിയാക്ഷൻ വൈകി റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. സച്ച് എ റിയാക്ഷൻ ഈസ് കോൾഡ് സീറോ റിയാക്ഷൻ. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് റേറ്റിന് പറയട ബന്ധം ഇല്ല. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സീറോ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ അങ്ങനെയാണോ വന്നേ? അല്ല, നമ്മൾ നേരത്തെ എഴുതി റേറ്റ് ഈക്വൽ ടു എന്താ? കെ ഇൻറ്റു എ റേസ് ടു 1. ഇവിടെ എ മാറിയാൽ റേറ്റ് മാറില്ലേ? എ മാറിയാൽ റേറ്റ് മാറില്ലേ? മാറുമോ? മാറും. എ മാറിയാൽ റേറ്റ് മാറും. അത് സീറോ ഓർഡർ ആണോ? അല്ല. പക്ഷെ ഇവിടെ എ മാറിയാൽ റേറ്റ് മാറും. അപ്പൊ വാട്ട് ഈസ് സീറോ ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ ഡിഫൈൻ സീറോ ഓർഡർ റിയാക്ഷൻ? സമയം പോകാണ്ട് ഒരു ഡെഫിനിഷൻ പഠിപ്പിക്കാൻ തിരിയണം നമ്മള്. പറഞ്ഞേ എന്താ സീറോ ഓർഡർ റിയാക്ഷൻ? ഇൻ സർട്ടൻ റിയാക്ഷൻസ്. പറഞ്ഞേ, ഇൻ സർട്ടൻ റിയാക്ഷൻസ് the rate of reaction is independent of the concentration of the reactants. It's called zero order reaction. അപ്പോൾ എഴുതി വെച്ചത് in certain reactions. ഒന്നുകൂടെ പറഞ്ഞേ, എന്നിട്ട് എഴുതാം. In certain reactions പറയേ, the rate of the reaction is independent of the concentration of
reactants is called a zero order reaction. In certain reaction, the rate of reaction is independent of the concentration of the reactants is called a zero order reaction. Is called a zero order reaction. Is called a zero order reaction. Independent of concentration, reactants in the concentration. But the independent of concentration of reactants. Independent of concentration of reactants. Decomposition of NH3 at the surface of gold or platinum. Example ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക ഒരു zero order reaction. Decomposition of NH3 at the surface of platinum. Surface of platinum. Okay. Decomposition reaction നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ? ഒരു എലമെന്റ് ഒരു കോമ്പൗണ്ട് എന്തായിട്ട് മാറുക? ചെറുതായിട്ട് മാറുക അല്ലെ? ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുക ആണോ? ചെറിയ കഷ്ണങ്ങൾ വലുതാവണതിന് വിളിക്കുന്ന പേരെന്തായിരുന്നു? കോമ്പിനേഷൻ. ഡീകമ്പോസിഷൻ എന്താ? വലുത് എന്താവും? ചെറുതാവും. അപ്പോ പറഞ്ഞേ 2NH3 become എന്ന് പറയുന്നത് നമ്മൾ എഴുതാം N2 + 3H2. ഇത് എന്തിനു ഉദാഹരണമാണ്? എന്ത് റിയാക്ഷൻ ഉദാഹരണം? സീറോ ഓർഡർ റിയാക്ഷൻ ഉദാഹരണമാണ് മക്കളെ. ഇതിന്റെ റേറ്റ് മാഷ് എഴുതി തന്നെ. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു ആരാ റിയാക്ടന്റ് പറഞ്ഞ ഇവിടെ NH3. അതിന്റെ പവർ പറഞ്ഞെന്നാ ഇത് വിടാം. പവർ എത്രയാണ്? സീറോ ഓർഡർ ആണ്. പവർ എത്രയാ? സീറോ. പവർ എത്രയാ? സീറോ. കാരണം എന്താ? റിയാക്ടന്റിന്റെ ടേംസിന്റെ പവർ സീറോ ആണെന്നാണ് എന്ന് പറയുക. സീറോ ഓർഡർ പവർ സീറോ. പ്ലാറ്റിനം അല്ലെങ്കിൽ ഗോൾഡ് ഒക്കെ ആവാട്ടോ. ഒരു ഉദാഹരണമായിട്ട് പഠിച്ചു വെക്കുകയാണ്. അപ്പൊ ഈ വരി മാത്രം പഠിച്ചാൽ മതി. എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ എന്താ? ഡീകമ്പോസിഷൻ ഓഫ് NH3 at the surface of platinum or gold. ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഏതാണ്? ഈ എക്സലിന്റെ പുസ്തകവും പിന്നെ എന്താ ചില സമയത്ത് മുൻകോയുടെ പുസ്തകം എടുത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. ഈ നോട്ടിലുള്ളതൊക്കെ എന്താണ്? ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. നോട്ടിൽ നിന്ന് എഴുതി പോവാന്ന് മാത്രം മനസ്സിലായി. എഴുതി പോകുമ്പോ കൈമോടെ നിന്ന് കയറി പോവാത്. ഡികമ്പോസിഷൻ ഓഫ് NH3 at the surface of platinum. ഇത് എന്തിനു ഉദാഹരണം? ഏത് ഓർഡറാ? സീറോ ഓർഡർ. രണ്ട് ഡെഫിനിഷൻസ് ഒന്ന് പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർഡറിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ. ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് ദ sum of the powers in which the concentration terms of reactants are raised in the rate expression. സമ്മിന്റെ 4 പോയിന്റ്സ് അല്ല, ഓർഡറിന്റെ 4 പോയിന്റ്സ് സമ്മ, എക്സ്പെരിമെന്റൽ, എനി വാല്യൂ, മെക്കാനിസം. എന്തായിരുന്നു? മെക്കാനിസം. ഇവിടെ പഠിക്കട്ടോ. പിന്നെ പറഞ്ഞ എന്താ? സീറോ ഓർഡർ. എന്താ സീറോ ഓർഡർ റിയാക്ഷൻസ്? Zero order reaction. Certain reactions, the rate of a reaction is independent of concentration of reactant. Example എന്താ? Decomposition of NH3. കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കുക. അടുത്തായിട്ട് കൊടുക്കുക യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. ബോർഡിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ AB ആവും. അതിന്റെ റേറ്റ് എങ്ങനെയാ വരിക? ഒരാൾ പറഞ്ഞേ, റാഫേൽ എന്ന് പറഞ്ഞേ. റാഫേൽ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ. റേറ്റ് ഈക്വൽ ടു എല്ലാവരും പറയല്ലേ? റാഫേൽ പറഞ്ഞേ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേഷ്യോ എത്രയാ? പറയേ സീറോ. ആണോടാ മക്കളെ? ശരിയല്ലേ? അടുത്താരാ പറയുന്നേ? ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ? ഫസ്റ്റ് ഓർഡർ AB ആവും. വേറൊരാൾ പറഞ്ഞേ റേറ്റ് ഈക്വൽ ടു എന്താ വരിക? K ഇൻറ്റു അല്ലേ? ആദ്യത്തെ എന്ന് പറഞ്ഞ K ഇൻറ്റു എന്താ വരിക? A റേഷ്യോ 1. ശരിയല്ലേ? സെക്കൻഡ് ആണെങ്കിലോ? സെക്കൻഡ് കൂടെ ചെയ്യാണെങ്കിൽ സെക്കൻഡ് ആണെങ്കിലോ AB ആവുന്നു അല്ലേ? AB ആവുന്നു. എന്താ വരിക? അലനൊന്ന് പറഞ്ഞു നോക്കിയാ അല്ലെ? ക്ലാസ് കേട്ടിട്ടില്ല എന്നറിയാന്നാലും കേട്ടതൊക്കെ ഒരു ഐഡിയ പറയാൻ പറ്റില്ല. എന്താ കോൺസെൻട്രേഷൻ ഓഫ് A റേഷ്യോ 2. എതിർപ്പെട്ടാവുന്നല്ലേ? ആണോടാ? അപ്പൊ നോക്കി റേറ്റ് നമുക്ക് എന്തിന്റെ യൂണിറ്റ് വേണ്ടേ? റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് അല്ലേ? ഈ കേസില് റേറ്റ് ഈക്വൽ ടു ആരാ? K മാത്രല്ലേ? എന്താ K മാത്രമാക്കി? A⁻0 എത്രയാ? പറയടാ 1. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്
പറയേ. റേറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്, അല്ലാണ്ട് പറ്റില്ലല്ലോ. ഡയമെൻഷൻ ശരിയാവട്ടെ, വേണോടാ വേണം. അപ്പൊ പറഞ്ഞേ റേറ്റിന്റെ യൂണിറ്റ് നമുക്കറിയാം, മോൾ ലിറ്റർ റേസ് ടു -1. അപ്പൊ സീറോയുടെ റിയാക്ഷനിൽ കെയുടെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. പെർഫെക്റ്റ് അല്ലേ? ഇനി ഫസ്റ്റ് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഫസ്റ്റ് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് എഴുതേണ്ടി വരും കേട്ടോ. ഫസ്റ്റ് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ്, നിങ്ങോട്ട് കൊണ്ടുവരല്ലടാ, കോൺസെൻട്രേഷൻ ഓഫ് ആരാ? എ. അതാണ് ആരുടെ? ആര്? ഏത് ഓർഡറില്? ഫസ്റ്റ് ഓർഡർ. യൂണിറ്റ് ഒന്ന് പിടിച്ചൂടെ? യൂണിറ്റ് പിടിച്ചൂടെ? റേറ്റിന്റെ യൂണിറ്റ് എന്താ? മോൾ ലിറ്റർ റേസ് ടു -1. കോൺസെൻട്രേഷൻ ഏത് കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്ന പറഞ്ഞിരുന്നില്ല? പറഞ്ഞു ഏതാ? മൊളാരിറ്റിയാ മൊളാരിറ്റിയാ? മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ, അല്ലെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1. ഇവിടെ ശ്രദ്ധിക്കുക, കാണില്ല എനിക്ക് പാടുന്നേ ഉണ്ട്, എഴുതി കഴിഞ്ഞ സമയം തരാം. ഇവിടെ ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? അവിടെ കഴിഞ്ഞു പോയി, ഇപ്പൊ തന്നെ പറഞ്ഞവള്. മോൾ പെർ ലിറ്റർ. അതിന് ഇവിടെ എങ്ങനെ എഴുതാമായിരുന്നല്ലേ? മോൾ ഇപ്പൊ തന്നെ പറഞ്ഞവിടെ നിർത്തിയതാണല്ലോ. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് റേറ്റിന്റെ. പക്ഷെ ഇപ്പൊ ചോദിച്ചത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് എ. ഇപ്പൊ തന്നെ പറഞ്ഞാൽ ചെയ്യാൻ നോക്കുമ്പോ പറഞ്ഞു ഇതെന്താ കോൺസെൻട്രേഷൻ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണേ നമ്മള്? മൊളാരിറ്റി. അവരെ വിളിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കി. മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? നീ ഇപ്പൊ തന്നെ പറഞ്ഞാണ്. മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താ? മോൾ പെർ മോൾ പെർ ലിറ്റർ. അപ്പൊ ഇവിടെ എങ്ങനെ ആക്കാം? മോൾ -1. അവള് ഇപ്പൊ തന്നെ പറഞ്ഞതാ, ഞങ്ങള് വിളിക്കുന്ന ആള് മുന്നേ അത് പറഞ്ഞു നിർത്തിയതാ. അപ്പോഴേക്കും പറഞ്ഞു മനസ്സിലായ കുഴപ്പമില്ല, എഴുതല്ലേ, കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന കഴിഞ്ഞിട്ട് എഴുതാം. കുറച്ച് കാര്യം എടുക്കണം. ഇത് എഴുതിയിട്ട് എങ്ങനെ തിരക്കൂട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പൊ ഇതൊന്നും യൂണിറ്റ് പറഞ്ഞേ. യൂണിറ്റ് പറഞ്ഞ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? മോളും ലിറ്റർ റേസ് ടു -1 ലിറ്റർ റേസ് ടു -1. ബാക്കി എന്തുണ്ട്? അതാണ് എന്ത് വരിക? യൂണിറ്റ് ഓഫ് കെ. അപ്പൊ കെയുടെ യൂണിറ്റിന്റെ പ്രശ്നമുണ്ട്. എന്താ? ഓർഡർ മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ആരുടെ? കെയുടെ. കെ എന്താ? എന്ത് കോൺസ്റ്റന്റ്? കുഴപ്പമില്ലല്ലോ. അന്നൊരു കാര്യം ചെയ്യും, നിങ്ങള് സെക്കൻഡിന്റെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച്, സെക്കൻഡ് ഓർഡറിന്റെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച്, സെക്കൻഡ് ഓർഡറിന്റെ തന്നെ കണ്ടുപിടിക്കും. ആ മാത്സ് എഴുതി പഠിച്ചൊന്നും എടുത്തേ. മാത്സ് എഴുതി പഠിക്കാത്തൊരു എണീറ്റുന്നത്, മാത്സ് എഴുതി പഠിക്കാത്തൊരു എണീറ്റുന്നത്. വേറെ ഈ ഇരുന്നോ? വരാത്തവരിരുന്നോ? കുഴപ്പമില്ല, ഞാൻ ഇരിക്കാൻ നിൽക്കണ്ട. എന്താ എഴുതാണ്ടിരുന്നേ? കൊണ്ടുവരാൻ പറഞ്ഞു. എഴുതിണ്ട ലിഫിയ കൊണ്ടുവരാൻ പറഞ്ഞു. എന്താ എഴുതാണ്ടിരുന്നേ? മറന്നു. അത് മര്യാദയല്ലോ. ആകെ 10 ചോദ്യം. മാഷ് വെക്കേഷൻ അല്ലേ? ലൈസൻസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ അടുത്ത മാസമാണല്ലോ അല്ലേ? കുറച്ചു നേരം നിൽക്ക്. ഇന്ന് ഞാൻ തല്ലില്ല. സമയം എന്താ ഇരിക്കാതെ? 8:15. ഒരു 8:30 വരെ നിൽക്കാന്ന് പറഞ്ഞു. എഴുതി പഠിച്ച് കൊണ്ടുവരണം കേട്ടാ. ഇന്ന് പോയിട്ട് എഴുതണം കേട്ടോ. ഉച്ചയാകുമ്പോഴേക്ക് അയക്കണം കേട്ടോ മാഷക്ക്. ബാക്കി എല്ലാവരും എഴുതിണ്ട. എന്തിനാ വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കണേ? ചെയ്ത് നിങ്ങൾ വട്ടാക്കാനല്ല, അത് പ്രാക്ടീസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒന്നും പരീക്ഷയ്ക്ക് വരില്ല. എഴുതി പഠിച്ചൊക്കെ എടുത്ത് വെച്ചേ നോക്കട്ടെ. അപ്പോഴേക്ക് ഇത് ആലോചിച്ച് കണ്ടുപിടിച്ചേ. നീ ഇരിക്കേ, വീട്ടിൽ പോയി അയക്കണം കേട്ടാ. അത് ഇന്നത്തോടുകൂടെ നിയമം പാസ്സാക്കണം കേട്ടോ. ഇനി കൊണ്ടുവരാൻ പറഞ്ഞതല്ലാണ് കേട്ടോ. അത് ഞാനിവിടെ ബോർഡിൽ എഴുതി വെക്കാം അന്നത്തെ പോലെ. അല്ലെങ്കിൽ ശരിയാവില്ല. നോട്ട് എഴുതി പഠിച്ചത് അല്ലേ കൊണ്ടുവരാൻ പറഞ്ഞാൽ നാളെ മുതൽ ഭാഷ ഞാൻ ഒപ്പിട്ടുണ്ട്, നിങ്ങൾ ഒപ്പിട്ടുണ്ട്. ആർച്ചില്ലാട്ടോ കാര്യം പറയാം. നാളെ തന്നെ കിട്ടും. മനസ്സിലായ? കുറെ ദിവസമായി. എത്ര പേരായെന്ന് അറിയും. അതൊരു ഡയറ്റിന്റെ രീതിയായിട്ട് മാഷ് കണക്കായിരുന്നത്. നാളെ തൊട്ട് അത് പറയും കേട്ടാ. നോട്ട് കണ്ട് ഞാൻ പറഞ്ഞാൽ തല്ലു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും സ്റ്റീവ് ഒന്ന് പുതിയ അടിച്ചോ, കാലത്തിന്റെ അടുത്തിന് ഫോട്ടോ തരും അല്ലേ? പരിപാടി നോ പ്രോബ്ലം. മനസ്സിലായ? അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞാൽ കയ്യോടെ അപ്പം തന്നെ എന്ത് ചെയ്യുക? ഫോൺ എടുക്കുക, മാഷ് കഴിക്കുക. പിന്നെ കൊണ്ടുവരാൻ മറന്നാലും വന്നില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. സാധനം ഇവിടെ എത്തിയിട്ടില്ല, അത് മതി. കൊണ്ടുവരാൻ ചിലപ്പോൾ മറക്കും. ഈ മറന്നതിന് പിന്നെ അവസാനം വന്ന് എന്ത് വാങ്ങേണ്ടി വരും? അവസാനം തല്ലു വാങ്ങേണ്ടി വരും. ഞാൻ തല്ലാത്തതായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഴുതി വെച്ചിട്ടുണ്ടാവും. മനസ്സിലായ?
പിന്നെ ഞാൻ പിടിച്ച് തല്ലുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാണ് പിന്നെ തല്ലാത്ത. അപ്പൊ അതാണ് കോൺട്രാക്ട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പൊ മറക്കരിക്കും. ആ കറക്റ്റ് എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് അയച്ചാലും മതിയിട്ടാ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചാലും മതിയിട്ടാ, കുഴപ്പമില്ല. പഴയ സാധനം ഫോട്ടോ എടുത്ത് അയക്കിരിക്കോ, പുതിയത് എഴുതിയിട്ട് ഒരു മര്യാദയൊക്കെ കാണിക്കുക. അവനെ കണ്ടറിയാൻ മാഷില്ല ഏകദേശം പഴയതാണോ പുതിയതാണോ എന്നുള്ളത്. ബാക്കി ഉണ്ടാവില്ല, വാല് പോലെ വന്ന് കിടക്കുന്നുണ്ടാവില്ല എന്തായാലും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ലിഫി അപ്പൊ ഉച്ചയാകുമ്പോഴേക്ക് എഴുതിയിട്ട് മാഷൊക്കെ അയക്കണം കേട്ടോ, എഴുതി പഠിച്ചിട്ട് അയക്കണം. നോട്ടെ എന്താ ഈ യൂണിറ്റ് കണ്ടുപിടിച്ച സെക്കൻഡ് ഓർഡറിന്റെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ചെയ്യണേ? ആദ്യമായിട്ട് നോക്കി തോന്നും അല്ലേ? എന്താ ചെയ്യണം കേട്ടോ. നമ്പർ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ എഴുതി പഠിക്കാനുള്ളത് നോട്ടിന്ന് വലിച്ചോണ്ടെന്നാ ഏതൊരു കണക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ആരോ കോട്ടെക്സിന്റെ ലിവിനി ഒന്നും ചോദിച്ചല്ലേ? കോട്ടെക്സ് കോട്ട് റൂട്ടെക്സ് കിട്ടിയാ മനസ്സിലാവില്ല. വീഡിയോ കണ്ടു നോക്കി, അത് അതിൽ പഠിയിട്ടില്ല. കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടായില്ലേ, അത് കാരണം ചെയ്ത് പഠിച്ചിട്ടല്ലേ ഇതില്. ഞാൻ നോക്കാം, നമുക്ക് വേണം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ ആണ്. അപ്പൊ കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ, 5 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. 60-ൽ 20 മാർക്ക് ഈ സെക്ഷനാ. അതുകൊണ്ടാണ് വീണ്ടും കൂടി ചെയ്യിപ്പിക്കുന്നത്. ഇത് പഠിച്ചെടുത്ത് വയ്ക്കും. വന്നിട്ടില്ലല്ലോ, അപ്പഴേക്ക് പിടിച്ചെടുക്കണം. ഇവിടെ 2 sin x സ്ക്വയർ cos x സ്ക്വയർ. ഇവിടെ ഇവിടെ ഇറങ്ങി വന്നു. അപ്പൊ ഈ സാധനം ഇവിടെ പോയി. ഇവിടെ ഈ സാധനം ഇവിടെ പ്രത്യക്ഷപ്പെട്ടെ. ഇവിടെ ഒരു ടൈപ്പ് വരാല്ലേ? ഈ സാധനം ഇവിടെ ഇറക്കിയിട്ടില്ലല്ലോ. ഒന്ന് നിർത്തി മനസ്സിലായ? എത്തി പഠിക്കോട്ടാ. എഴുതി വിടുന്നോണല്ലേ? മനസ്സിലാക്കി ചെയ്തോളൂട്ടാ. കറക്റ്റ് ചെയ്യാതെ. ഇതില് റൂട്ടില്ലേ അല്ലേ? ഈ റൂട്ടിന്റെ ഉള്ളിലല്ലേ വരണേ? ഇവിടെ റൂട്ട് വരില്ലേ? അപ്പൊ അവളുടെ റൂട്ട് കണ്ടല്ലോ. ഇവിടെ റൂട്ട് കാണാല്ലേ? അത് ക്യാൻസൽ ആയി പോയത്. അപ്പൊ ഇത് റൂട്ടിന്റെ ഉള്ളിലല്ലേ വരണേ? വിഷപ്പോ അല്ല, ഈ സയൻസ് ഡയറക്ടർ റൂട്ടിന്റെ ഉള്ളിലല്ല. സൈൻ എക്സ് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലല്ല, റൂട്ടിന്റെ ഉള്ളിലല്ലോ. നോക്കി അത് റൂട്ടിന്റെ ഉള്ളിലല്ല എന്നോണല്ലേ? ഇത് ഇതിൽ മനസ്സിലായി അല്ലല്ലോ. തെറ്റി പഠിക്കല്ലേ? ടോട്ടൽ ചെക്ക് ചെയ്താണോ? ടോട്ടലുള്ളിൽ ആയിരം ശരിയാക്കണം. ആ കണക്ക് പോയിട്ട് അപ്പൊ അത് കണക്കൊന്നുകൂടെ ചെയ്യണം. അത് എല്ലാവരും അടിച്ചോളാം.
എന്തായി, നടപടിയായ? യൂണിറ്റ് കിട്ടിയ പറഞ്ഞ യൂണിറ്റ് എന്താ കിട്ടിയാണ്? മോളുണ്ടാ? മോളില്ലേ? മോളുണ്ട്. മോളിന്റെ പവർ എത്രയാ വന്നേ? -1 അല്ല, എത്രയാ? 5 പറ. മോളുടെ അറിയില്ല, നിങ്ങൾ പറയാ. എനിക്ക് അത്ര കിട്ടിയത് -1 ആണോ? അതെ, ആണ്. ലിറ്ററിന്റെ പവർ എത്ര കിട്ടി? -1. അത് -1 ആ? അത് 1 ആണ്. 1 പറയുന്നത്. ഇത് 1 കിട്ടിയത് എന്തപ്പോ? സെക്കൻഡ് എന്താ? സെക്കൻഡ് എന്താ? -1. നോക്കാം. വേറെ ഉത്തരം ഉണ്ടോ ആർക്കെങ്കിലും? വേറെ ഉത്തരം നോക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചേ, റേറ്റ് ഈക്വൽ ടു എന്താ വരിക? റേറ്റ് ഈക്വൽ ടു k × a raised to 2 അല്ലേ? ശ്രദ്ധിക്കുക. അപ്പൊ റേറ്റിന്റെ എങ്ങനെ കാണുക? റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് a raised to 2 ആണ് k വരിക. റേറ്റിന്റെ യൂണിറ്റ് എന്താ പറയടാ? മോൾ ലിറ്റർ റേസ്ഡ് ടു -1. അടിയില് മോൾ ലിറ്റർ റേസ്ഡ് ടു -1ന്റെ സ്ക്വയർ. ശരിയല്ലേ? എന്താ വരിക? സ്ക്വയർ. ആണോടാ? കറക്റ്റ് അല്ലേ? അപ്പൊ എന്താ വരിക? ഇവിടെ ചെയ്ത മോൾ ലിറ്റർ റേസ്ഡ് ടു -1 സെക്കൻഡ് റേസ്ഡ് ടു -1. ആ സ്ക്വയർ ആക്കിയിട്ട് പറഞ്ഞേ. മോളിന്റെ സ്ക്വയർ എന്താ? മോൾ, ഒന്ന് പറയണ എന്തെങ്കിലൊക്കെ. മോൾ സ്ക്വയർ. പിന്നെ ലിറ്റർ റേസ്ഡ് ടു -1ന്റെ സ്ക്വയർ. അപ്പൊ എന്താ വരിക? ലിറ്റർ റേസ്ഡ് ടു -2. മോൾ 1 ഇവിടെ ഉണ്ട്, മോൾ റേസ്ഡ് ടു സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? സ്ക്വയർ കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരുള്ളൂ? മോൾ റേസ്ഡ് ടു 1. ഇത് അടിയിലുള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, മോളിൽ കൊണ്ടുപോവാം. അപ്പൊ മോൾ റേസ്ഡ് ടു 1 മോളിൽ പോകുമ്പോ എന്താവും? മോൾ റേസ്ഡ് ടു -1 ആവും. മോളിൽ ഓൾറെഡി ആരുണ്ട്? അറിയേ. ലിറ്റർ റേസ്ഡ് ടു -1 ഉണ്ട്. ഇവ മോളിൽ പോകുമ്പോ എന്താവും? ലിറ്റർ റേസ്ഡ് ടു -2 ഉള്ളത് മോളിൽ പോകുമ്പോ 2 ആവില്ലേ? പിന്നെ മോളിൽ ആരുണ്ട്? ഓൾറെഡി ആരുണ്ട്? സെക്കൻഡ് റേസ്ഡ് ടു -1 ഉണ്ട്. ആണോ? അപ്പൊ എന്താ വരിക? മോൾ റേസ്ഡ് ടു -1. ഇതെങ്ങനെ ചെയ്യാ? -1 + 2 എത്രയാ? 1. ഇവർ പറഞ്ഞത് ശരിയാണ്. ഇത് ഈ കാൽക്കുലേഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് മാത്രം. മനസ്സിലായ? ഇത് കെമിസ്ട്രി ആണോ പഠിപ്പിക്കണേ? അല്ല, കെമിസ്ട്രി ഒന്നും ഇല്ല. മാത്സ് ആണ് ചെയ്യുന്നത്. സാധാരണ മാത്സ്. പവർ കൂട്ടാനും കുറയ്ക്കാനും ഇരിക്കുന്നത് കേട്ടോ. കുറെ പേര് ചെയ്യുന്നുണ്ട്. എത്ര പേര് കിട്ടി? കുറെ പേര് കിട്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയിട്ടാ? നിങ്ങൾ കൂടായിപ്പാണല്ലോ. മോൾ റേസ്ഡ് -1 പറഞ്ഞപ്പോ നിങ്ങൾ പ്രശ്നം കാണിച്ചല്ലോ. അവള് നോക്കണില്ലല്ലോ. അങ്ങനെ ഇത് രണ്ടും എഴുതിയിട്ട് മറ്റേത് താഴെ എഴുതിട്ടോ. അത് കറക്റ്റ് ആണ്. അത് എങ്ങനെ എടുത്ത് എഴുതുക? മോളിൽ എടുത്ത് എഴുതുക. കാൽക്കുലേഷൻ ഒക്കെ ആണോ? എഴുതി. അത് നിങ്ങൾ എഴുതി. ഇത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പൊ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. എഴുതുക. അപ്പൊ നമുക്ക് തൊട്ട് താഴെ എഴുതുക. ഇൻ ജനറൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് is given by a formula. ഒരു ഫോർമുല ഡയറക്റ്റ് ആയിട്ടുണ്ട്. മോൾ 1 - n. അതിന്റെ ഈ സംസാരിക്കല്ലേ ലിറ്റർ n - 1 സെക്കൻഡ് റേസ്ഡ് പരിപാടിക്ക്. n എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ. എത്ര വേണ്ടു? ഞാൻ 0 ഓർഡറിന്റെ ഇന്റഗ്രേഷൻ റൈറ്റിക്കേഷൻ ഹാഫ് ലൈഫ് വരെ കഴിഞ്ഞ വെച്ചിട്ട് വന്നേ. പോറായ എത്ര മണിയായി? 8 കഴിഞ്ഞാ? തൊണ്ണയും പറയില്ല. എത്ര കഴിച്ച സമയം നീങ്ങില്ല. വേഗോട്ടെ. എന്താ ഓർഡർ? ഐഡിയോ സമയം ഇരുന്നോട്ടാ. ലിഫി നാളെ തല്ലി വിട്ടൂട്ടാ. എഴുതി പഠിച്ചു കൊണ്ടുവരണം എല്ലാവരും കറക്റ്റായിട്ട്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്തേ. ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തേ. 0 ഓർഡറിൽ എന്നിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂ കിട്ടിയിട്ടുണ്ടോ? ചെക്ക് ചെയ്ത
സെറ്റായ മാച്ച് ആവണ്ട ചെക്ക് ചെയ്ത് നോക്കിയാൽ മാച്ച് ആയ തിരിച്ചു വന്നേ. അപ്പൊ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണുള്ള ജനറൽ ഇക്വേഷൻ എന്താ? മോൾ വായിക്കേ, മോൾ 1 - n ലിറ്റർ n-1 സെക്കൻഡ് റേസ് ടു -1. പ്രശ്നമില്ലല്ലോ. അപ്പൊ സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ സെപ്പറേറ്റ് പഠിക്കണ്ട. എന്ത് ചെയ്താൽ മതി? വാല്യൂ കൊടുത്തിട്ട് പഠിച്ചു വെച്ചാലും മതി. അറിഞ്ഞിരുന്ന സൗകര്യം. സീറോയും ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ട. ഫസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? സെക്കൻഡ് റേസ് ടു -1 മാത്രമേ ഉള്ളൂ അല്ലെ? മറ്റേ രണ്ടും കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അടുത്ത അടി കൊടുക്കാം. മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. അടുത്ത ഹെഡിങ് ആണ് കേട്ടോ.
മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഹെഡിങ് എഴുതിയിട്ട് മോളിക്യുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ശ്രദ്ധിക്കും എന്താണ് മോളിക്യുലാരിറ്റി? സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ശ്രദ്ധിക്കും വെള്ളം വയ്ക്കാനുള്ളത്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ ഈ ശ്രദ്ധിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ഇതാണ്. 2H2 plus O2 become എന്താണ് 2H2O. എന്താണ് 2H2 plus O2 become എന്താ 2H2O. എന്തിന്റെ ഫോർമേഷൻ? വാട്ടർ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് എന്തുണ്ടാവുന്നു? വാട്ടർ. അപ്പൊ നമ്മള് മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താ, ഈ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ റിയാക്ഷൻ നടക്കുന്നത് കൊളീഷൻ തിയറി. കഴിഞ്ഞ പ്രാവശ്യത്തെ +2 മോഡൽ പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മോഡലിലും അതുപോലെ ഫൈനൽ എക്സാമിനും ഉണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ചോദിക്കാണ്ട് കിടക്കുന്നത് ഞാൻ നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ വരാൻ സാധ്യത അവർക്കാണ് ചോദിച്ചത്. കൊളീഷൻ തിയറിന്ന് എന്ത് വന്നു? കെമിക്കൽ കൈനറ്റിക്സ് ചോദ്യം വന്നു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോലെ ഉള്ളൂ. അത് ഇതുപോലെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കൊളീഷൻ തിയറി. ചില സ്കൂളിൽ എഴുതാറില്ല. മനസ്സിലായ സെഡും പ്രോബിലിറ്റി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞത് അതൊന്നും പറയാറില്ല. അവിടുന്ന് ആ ഒരു സെക്ഷനിൽ ചെറിയൊരു ചോദ്യം എന്താ കയറി വന്നു. പിന്നെ അത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉള്ള കാരണം പിന്നെ എന്താ മറഞ്ഞു കയറി പോകും. അത് കാരണം പ്രശ്നം ഉണ്ടായിട്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കുക, എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഏത് മുക്കിനും മൂലനൊക്കെ എന്താ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ നല്ലപോലെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ ഈ റിയാക്ഷൻ എങ്ങനെ നടക്കണം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കൊളീഷൻ തിയറി എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നത്. എന്താണ് കൊളീഷൻ തിയറി? കൊളീഷൻ തിയറിയിൽ പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണ്. കൊളീഷൻ തിയറി കുറച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. കൊളീഷൻ തിയറിയിൽ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആ മോളിക്യൂളുകൾ വന്നിട്ട് പരസ്പരം എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. അതായത് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ വരുന്നു, അടുത്ത ഹൈഡ്രജൻ മോളിക്യൂൾ വരുന്നു. കാരണം ഇവിടെ എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ വേണം? 2 ഹൈഡ്രജൻ മോളിക്യൂൾ വേണം. എത്ര ഓക്സിജൻ മോളിക്യൂൾ? 1 ഓക്സിജൻ മോളിക്യൂൾ. ഇവര് 3 പേരും വന്നിട്ട് സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യണം? കൂട്ടി അങ്ങോട്ട് ഇടിക്കണം. ആ കൂട്ടിയിടിയിലാണ് ഇവരുടെ എക്സിസ്റ്റിംഗ് ബോണ്ടുകൾ എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. പകരം പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുക. അങ്ങനെ ഇടിച്ച് ആണ് എന്തുണ്ടാവണേ? 2 H2O മോളിക്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇനിയാണ് കൊളീഷൻ തിയറി എന്ന് പറയുന്നത്. വിത്ത് പ്രോപ്പർ സിമെട്രി ആൻഡ് സഫീഷ്യന്റ് കൈനറ്റിക് എനർജി അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കോട്ടൺ ഇടിക്കുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വെറുതെ വന്ന് തട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ 2 കാറുകൾ കൂട്ടി ഇടിച്ചിട്ട് പുതിയ കാറിന്റെ ഷേപ്പിലായിട്ട് ഇരിക്കുന്ന കാണാം അല്ലെ ചില സമയങ്ങളിൽ. അതെങ്ങനെയാ? അതിന് പറ്റിയ എന്ത് കിട്ടണം? ഇടി കിട്ടണം. ഒരു തട്ടിയിട്ട് കാര്യമില്ല. തട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ? പ്രോപ്പർ സിമെട്രിയും അതുപോലെ ശ്രദ്ധിക്കൂ, പ്രോപ്പർ സിമെട്രിയും അതുപോലെ എന്താ പ്രോപ്പർ ആയിട്ടുള്ള എന്തും വേണം? എനർജിയും ഇടിക്ക് വേണം. അങ്ങനത്തെ ഇടിയാണ് എന്ന് പറയാ എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയാ. എന്താണ് എഫക്റ്റീവ് കൊളീഷൻ? ഇത് 10ാം ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ? വായിച്ചുണ്ടോ? കേട്ടിട്ടില്ലെങ്കിലും 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ കൊടുത്തിട്ട് കൊളീഷൻ തിയറി ഒരു സാധനം കൊടുത്ത് ഓർമ്മയുണ്ടോ? കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന സാധനം കൊടുത്തിട്ട് പോട്ടെ. നമുക്ക് വേണ്ട, ഇതും വേണ്ട, ഇപ്പൊ പറഞ്ഞ സാധനം വേണ്ട. നമുക്ക് മിനിമം ഒരു അസംഷൻ അല്ലെങ്കിൽ മിനിമം ഒരു അറിവ് എന്താ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പറ്റിയ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യണം? പറയേ കൂട്ടിയിടിക്കണം. എങ്ങനെ കൂട്ടിയിടിക്കണം? ഒരുമിച്ച് കൂട്ടിയിടിക്കണം. സൈമൾട്ടേനിയസ്ലി കൂട്ടിയിടിക്കണം. അത് അങ്ങനെയാണ് അതിന്റെ കാര്യം. അതിന്റെ എണ്ണത്തിന് വിളിക്കുന്ന പേരാണ് മോളിക്യുലാരിറ്റി. ഇവിടെ എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കണം? അപ്പോ ഈ ഒരു തിയറി പ്രകാരം ഇവിടെ എത്ര മോളിക്യൂൾ കൂട്ടിയിടിക്കണം? 3 മോളിക്യൂൾ കൂട്ടിയിടിക്കണ്ടേ? ആ 3-നെയാണ് ഈ റിയാക്ഷന്റെ എന്തെന്ന് പറയണേ? മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് മോളിക്യുലാരിറ്റി. ആ 3-നെയാണ് നമ്മൾ ഈ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ എന്താ മോളിക്യുലാരിറ്റി? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ കൊളൈഡ്. എങ്ങനെ? ഒരുമിച്ച്. അതിനുള്ള വാക്ക് എന്താ? സൈമൾട്ടേനിയസ്ലി. എന്താണ്? ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊളൈഡ്. എന്തിനു വേണ്ടിട്ടാ? ടു ടേക്ക് പ്ലേസ് ദ എന്ത് നടക്കാൻ വേണ്ടിട്ടാ? ടു ടേക്ക് പ്ലേസ് ദ കെമിക്കൽ റിയാക്ഷൻ. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്യുലാരിറ്റി. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഒരേ സമയം കൂട്ടിയിടിക്കേണ്ട മോളിക്യൂളുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്യുലാരിറ്റി. അപ്പൊ ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ നോക്കടാ. എന്താ മോളിക്യുലാരിറ്റി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അയോൺസ് ആവാം. മോളിക്യൂൾസിന് പകരം ചിലപ്പോൾ എന്താവാം? അയോൺസ് ആവാം. മോളിക്യൂൾസ്, അയോൺസ് ഓർ ആറ്റംസ് ആവാം. ചില കേസിലുള്ള ആറ്റംസ് ആയിരിക്കും പാർട്ടിസിപ്പേറ്റ്. അപ്പൊ ഏതൊക്കെ വന്നു? മോളിക്യൂൾസ്, അയോൺസ്, ആറ്റംസ്. അപ്പൊ പറഞ്ഞേ എന്താ മോളിക്യുലാരിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്
ions or atoms collide simultaneously to take place the chemical reaction. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാരിറ്റി. പ്രശ്നമില്ലല്ലോ. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചേ. മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് molecularity of a reaction can be defined as the number of molecules defined as the number of molecules, atoms or ions. The number of molecules, atoms or ions. The number of molecules, atoms or ions which collide simultaneously. Which collide simultaneously to take place the chemical reaction. 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 അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ, മോളിക്കുലാരിറ്റി 0 വരിക എന്ന് പറഞ്ഞാൽ പറ്റുമോ? സീറോ മോളിക്യൂൾസ് കൂട്ടിയിടിച്ചു അങ്ങനൊരു പരിപാടി ഉണ്ടാവും? ഇല്ല. എന്ത് വാല്യൂസ് പറ്റുള്ളൂ? ഒന്നല്ലെങ്കിൽ ഒരു മോളിക്യൂള്, അല്ലെങ്കിൽ എത്ര മോളിക്യൂള്? 2 മോളിക്യൂള്, അല്ലെങ്കിൽ എത്ര മോളിക്യൂള്? 3 മോളിക്യൂള്. ആ പരിപാടിയല്ലേ പറ്റുള്ളൂ. അല്ല 1.5 മോളിക്യൂളും 4.25 മോളിക്യൂളും ആയിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിന് എന്ത് നമ്പർ മാത്രമേ പറ്റുള്ളൂ? ഹോൾ നമ്പർ മാത്രമേ പറ്റുള്ളൂ അല്ലെ? താഴേക്ക് മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾവേസ് ഹോൾ നമ്പർ. ഇനി അതിന്റെ പോയിന്റുകൾ ഓൾവേസ് ഹോൾ നമ്പർ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ ഓൾവേസ് ഹോൾ നമ്പർ ആയിരിക്കും. അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ എന്ത് പറ്റില്ല? ഇറ്റ് കനോട്ട് ബി 0. പിന്നെന്താ? ഫ്രാക്ഷൻ 1 പറ്റില്ല. 1 പക്ഷെ കൂട്ടാറുണ്ട്. 0 1 പറ്റില്ല. കറക്റ്റ് തന്നെയാണ്. 0 ഓർ ഫ്രാക്ഷൻ. 0 ഫ്രാക്ഷൻ. നെഗറ്റീവ് പറ്റുമോ? നെഗറ്റീവ് പറ്റില്ല. അപ്പൊ അതൊക്കെ മാറ്റി. ഇറ്റ് കനോട്ട് ബി 0 ഫ്രാക്ഷൻ. അടുത്ത പോയിന്റ് ആണ്, നിങ്ങൾ എങ്ങനെയാ നേരത്തെ 3 എന്ന് പറഞ്ഞേ? H2 മോളിക്യൂൾ നമ്മൾ എന്താ 3 എന്ന് പറയാൻ കാരണം? എവിടെ നോക്കി? ബാലൻസ്ഡ്. എവിടെ നോക്കി? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നോക്കിയപ്പോൾ നമുക്ക് പിടി കിട്ടി. അപ്പൊ അത് എവിടുന്ന് എഴുതാം? മോളിക്കുലാരിറ്റി എവിടുന്ന് എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഫ്രം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഫ്രം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതാം. പ്രശ്നം ഇല്ല. അപ്പൊ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ പറയാം. എന്താ? A plus B B അല്ലേ? എന്താ? 4AA plus BB. മോളിക്കുലാരിറ്റി പറഞ്ഞത് നിങ്ങള് ഇതിൽ എന്താ മോളിക്കുലാരിറ്റി വരിക? മോളിക്കുലാരിറ്റി is equal to ഇവിടെ എത്ര മോളിക്യൂൾ കൂട്ടിയിരിക്കണം? പറഞ്ഞേ പറയടാ. ഇവിടെ എത്ര മോളിക്യൂൾ കൂട്ടിയിരിക്കണം? എത്ര? A എത്ര കൂട്ടിയിരിക്കണം? A എണ്ണം. B എത്ര കൂട്ടിയിരിക്കണം? B എണ്ണം. അപ്പൊ മോളിക്കുലാരിറ്റി എന്താ? A plus B. മറ്റോടത്തെ ഓർഡറിൽ എന്തായിരുന്നു? X plus Y. പവേഴ്സ് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം X plus Y. ഇവിടെ എന്താ പറഞ്ഞത്? A plus B. ഓക്കെ, A plus B. സമയായോ? നോക്കലായോ? മതി. എഴുതിയോ? വാല്യൂസ് എഴുതിയോ? ഇത് കംപ്ലീറ്റ് എഴുതിയെടുത്തോ? അപ്പൊ സ്റ്റോഷിയോമെട്രിയോട് ഈക്വൽ ആവില്ലേ? ഈക്വൽ ആവും. സ്റ്റോഷിയോമെട്രിയോട് എന്താവും? ഈക്വൽ ആവും. ശരി, താങ്ക് യു.